സൗദി അറേബ്യയിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഹനം ഒരു അപകടത്തിൽപ്പെട്ടാൽ എന്ത് ചെയ്യണം? ആദ്യമായി നിങ്ങളുടെയും വാഹനത്തിൻ്റെയും മറ്റു വാഹനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കി ഹസാർഡ് വാർണിംഗ് ലൈറ്റ്, വാർണിംഗ് റിഫ്ലക്ടർ എന്നിവ യഥോചിതം ഉപയോഗിക്കുക. നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ ഉടൻ 999 എന്ന പോലീസ് നമ്പറിലേക്കോ 997 എന്ന റെഡ് ക്രസൻറ്റ് നമ്പറിലേക്കോ വിളിക്കുക. നിസ്സാര പരിക്കുകളോ വാഹനത്തിൻ്റെ ഡാമേജ് മാത്രമോ ആണെങ്കിൽ നജം എന്ന കമ്പനിയുമായി ബന്ധപ്പെടേണ്ടതാണ്. സൗദി അറേബ്യയിൽ റോഡ് ആക്സിഡൻറ്റുകളെ വിലയിരുത്തുവാനും കൈകാര്യം ചെയ്യുവാനും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് നജം. ഇതിൻ്റെ നമ്പർ 9200000560 അല്ലെങ്കിൽ 199033. ഈ നമ്പറുകളിലേക്ക് വിളിച്ചോ വാട്സാപ്പ് സന്ദേശം അയച്ചോ നിങ്ങൾക്ക് അപകട വിവരം റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നജം ഉദ്യോഗസ്ഥർ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരും. അവ പാലിക്കുക. നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ലൊക്കേഷനിലേക്ക് എത്രയും പെട്ടെന്ന് നജം ഉദ്യോഗസ്ഥർ എത്തുന്നു. സംഭവിച്ച അപകടം അത്ര ഗുരുതരമല്ലാത്തതും വാഹനത്തിൻ്റെ ഡാമേജ് മാത്രമാണെങ്കിൽ നിങ്ങളുടെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അപകടത്തിൻ്റെ ഫോട്ടോകളും വീഡിയോയും മൊബൈലിൽ പകർത്തുക. അപകടത്തിൽപ്പെട്ട എല്ലാ വാഹനങ്ങളുടെയും നമ്പർ പ്ലേറ്റുകൾ, അപകടം നടന്ന സ്ഥലം, വാഹനങ്ങളുടെ പൊസിഷൻ, ബ്രേക്ക് ചെയ്തപ്പോൾ റോഡിലുണ്ടായ ടയർ മാർക്കുകളെല്ലാം വിശദമായി വീഡിയോയിൽ പകർത്തുക. നജം ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തുമ്പോൾ അപകടത്തിൽപ്പെട്ട എല്ലാ കക്ഷികളോടും സംഭവം വിശദീകരിക്കാൻ ആവശ്യപ്പെടും. ഈ മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകുന്നതാണ്. ഈ റിപ്പോർട്ടിൽ അപകടത്തിൽ ഓരോ പാർട്ടിയുടെയും പങ്ക് എന്താണെന്ന് ശതമാനക്കണക്കിൽ വ്യക്തമാക്കിയിരിക്കും. നിങ്ങളുടെ ഭാഗത്ത് 0% ആണെങ്കിൽ അപകടം മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം മുഴുവൻ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. നജം റിപ്പോർട്ടിൽ നിങ്ങളുടെ പേര് വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കുക. ഇനി വാഹനം ഓടിച്ചു പോകാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ നിങ്ങൾക്ക് ഓടിച്ചു പോകാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു വിഞ്ച് വിളിച്ച് നിങ്ങളുടെ വാഹനം അപകട സ്ഥലത്ത് നിന്നും തക്ദീർ എന്ന ഒരു ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡാമേജ് എത്രമാത്രമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അങ്ങനെ ഈ നജം, തക്ദീർ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് അർഹമായിട്ടുള്ള തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നിങ്ങളുടെ വാഹനം പണി കഴിപ്പിച്ച് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഒരു അപകടമുണ്ടായാൽ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ: തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ ഒരു കാരണവശാലും വണ്ടി ഓടിച്ച് രക്ഷപ്പെടാൻ നോക്കരുത്. പിന്നെ അപകട സ്ഥലത്ത് വാക്കേറ്റവും തർക്കവും ഒരു കാരണവശാലും നടത്തരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അപകടം നടന്ന സ്ഥലത്ത് നിങ്ങളുടെ വണ്ടി ആയിരിക്കുമ്പോൾ അതുവഴി ആംബുലൻസോ ഫയർ സേഫ്റ്റി വാഹനങ്ങളോ കടന്നു വന്ന് നിങ്ങളുടെ വണ്ടി മൂലം ആ വാഹനങ്ങൾക്ക് തടസ്സമുണ്ടായാൽ അതിന് പ്രത്യേക പിഴ ഈടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ വാഹനം തടസ്സമുണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപകടത്തെക്കുറിച്ചുള്ള സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ നജം ഉദ്യോഗസ്ഥരോട് ബോധിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും സുരക്ഷിതമായ ഒരു യാത്ര ആശംസിക്കുന്നു.